ഉന്നയിക്കുന്ന വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റ് സ്ഥാനാർത്ഥികൾ ആരും ഉന്നയിക്കാത്ത എന്താ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അല്ല ഇപ്പം ഈ മറ്റ് സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് എന്നെ പോലെ ബാധ്യത അനുഭവിക്കുന്നവരിൽ അഞ്ജലി മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ളവരൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അവർക്ക് എന്താ നഷ്ടപ്പെടാൻ, ഇതിലെല്ലാം നഷ്ടങ്ങളും പേരേണ്ടി വരുന്ന ഒരാൾ ഞാനാണ്. ഇപ്പോൾ പേളിമാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെന്ന് എനിക്കും പോയിട്ടുണ്ട് 10-70,000 ഫോളോവേഴ്സ്. ഈ ഫോളോവേഴ്സ് ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് 1000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ 1000 പേരുമായിട്ട് പോയി ജയിച്ചവനാണ് ഞാൻ. എനിക്ക് ഫോളോവേഴ്സോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരാൾ തെറ്റിദ്ധരിച്ച് വെറുക്കേണ്ടി വരുന്നൊരവസ്ഥ നമ്മളെ വിളിക്കുന്ന പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടും ഒഴിവാക്കുന്ന അവസ്ഥ. ഞാൻ ദുബായിൽ പോയ സമയത്തും മറ്റുമൊക്കെ ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ ഞാനിത് കേൾക്കാം, ഞാൻ തയ്യാറാണിത് കേൾക്കാൻ. പക്ഷേ ഇതൊക്കെ കേൾക്കാൻ കാരണക്കാരനായ ഒരാൾ സുഖിച്ച് ഒരക്ഷരം മിണ്ടാതെ അപ്പുറത്ത് നിൽക്കുകയാണ്, ഒരു മറുപടി തരാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വിളിച്ചൊന്ന് സമാധാനിപ്പിക്കാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനെന്തിനാണിത് കേൾക്കേണ്ട കാര്യം? അഞ്ജലിക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അഞ്ജലി എന്നോട് പലപ്പോഴായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അഞ്ജലി പോകുന്നിടത്തെല്ലാം ഈ സാമ്പത്തിക ഇതിൻ്റെ ആയുമായി ബന്ധപ്പെട്ട് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്. അഞ്ജലിക്കും 5 പൈസയൊന്നും ആരും കൊടുത്തിട്ടില്ല. തൃപ്പൂണിത്തുറ സീറ്റിൽ ഒരു പക്ഷേ ചില പൈസ ചിലവഴിച്ചപ്പോൾ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്, പോസ്റ്റർ അടിച്ചിട്ടുണ്ട്, പലതും പ്രോപ്പറായിട്ട് ഒട്ടിയിട്ടുമില്ല, പലതും പ്രോപ്പറായിട്ട് എത്തിയിട്ടുമില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ അവർ അടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പൈസകൾ അവർ ചിലവാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകൾ, ഞാൻ തുടക്കത്തിൽ ചെയ്ത ചിലവുകളുടെ ഞാൻ ചിലവാക്കിയ പൈസകൾ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 പേരായിരുന്നു 2020 വേണ്ടി എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ ഫുൾ ടൈമറായിട്ടുണ്ടായിരുന്നു. 2 പേർ. ഇവിടെ തൃപ്പൂണിത്തുറയിലെ തൃക്കാക്കരയിൽ ഒരു കൗൺസിലർ 2020 ജയിച്ചിട്ടുണ്ടായിരുന്നു. അവരാദ്യം എന്നെ കാണാൻ പോലും ഒന്നും കൂട്ടാക്കില്ല. പിന്നീട് പലതും പറഞ്ഞ് സംസാരിച്ച് പേരിനൊന്നും പോയി കണ്ടതല്ലാതെ ഒരു ദിവസം പോലും ഒരാളോട് പോലും അവർ വോട്ട് ചോദിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി മത്സരിച്ച ഒരാൾ പോലും നമുക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടില്ല. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസില്ല. ഒരു 4 പേരെ ഒന്ന് വിരുത്തി സംസാരിക്കും. ഹോട്ടലിലാണ് നമ്മൾ പലരെയും കാണുന്നത്. നിങ്ങളിൽ പല ആൾക്കാരും എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഹോട്ടലിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിലാണ്. എനിക്ക് വേണ്ടി കേരളത്തിൻ്റെ പല പ്രദേശത്തുനിന്നും വന്നിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, അവരെ ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത് താമസിപ്പിക്കുകയായിരുന്നു. അവർക്ക് ഭക്ഷണം നമ്മൾ മേടിച്ചു കൊടുക്കുകയായിരുന്നു. വാഹനങ്ങളുടെ ചിലവുകൾ നമ്മൾ നോക്കുമായിരുന്നു. ഇങ്ങനെ ചിലവായ പൈസകൾ ഇവരെ തന്നതല്ലാതെ അതിൽ തന്നെ ഒരു പക്ഷേ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ കൂടി ഞാൻ ചിലവാക്കിയിട്ടുണ്ടാകും. പിന്നെ എന്തിനാണ് ഞാൻ ഈ പഴി കേൾക്കുന്നത്? ഇപ്പം ഞാൻ ഒരു ഇലക്ട്രിക് വാഹനം എടുത്തത് ബെൻസിൽ നടക്കുന്ന ചിലവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ എൻ്റെ അച്ഛന് ക്യാൻസറാണ്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പലപ്പോഴും എനിക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഈ യാത്രാ ചിലവുകൾ മുമ്പൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. 50,000 രൂപകൾ ഒരു പക്ഷേ ഒരു മാസം പെട്രോൾ അടിച്ച് തന്നെ കളയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രിക് വണ്ടി എടുത്താൽ ലാഭിക്കാം. അപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുത്തപ്പോൾ ഞാൻ കേട്ട വഴി എന്താ, മറ്റേ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഫണ്ട് കിട്ടിയത്. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഞാൻ സമർപ്പിച്ചേക്കുന്ന എൻ്റെ സാമ്പത്തിക എത്ര ഉണ്ടെന്ന് വെച്ചാൽ 3 കോടി രൂപ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ കണക്കുകൾ ഞാൻ കാണിച്ചത് 3 കോടി എന്നാണ്. എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി എടുത്ത് ചിലവഴിക്കേണ്ട അവസ്ഥയായി മാറുന്നു. അതേസമയം തന്നെ എവിടെ ചെന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ 2020 നിന്ന് പണം കിട്ടിയതുകൊണ്ടാണ് കേൾക്കേണ്ടി വരുന്നു. ചോദിച്ച സീറ്റ് കിട്ടിയില്ല, തരാമെന്ന് പറഞ്ഞ സീറ്റ് നൽകിയില്ല, മറ്റൊരു സ്ഥലത്ത് കൊണ്ടിട്ട് ചതിച്ചതിന് ശേഷവും അവരുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ നമ്മളുടെ അടുത്ത് ഒരു മര്യാദ പോലും ഇത്രയും നാളായിട്ട് കാണിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ അവരെ ആ വിഴുപ്പ് എനിക്ക് പേറേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് സിനിമ ചെയ്യാൻ അറിയാം, എനിക്ക് മുന്നോട്ട് പോകാനറിയാം, എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ നോക്കി ആരുടെയും സഹായമില്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ട്. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിൽ എനിക്ക് രാഷ്ട്രീയം പറയേണ്ടടുത്ത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ സംസാരിക്കും. പാർട്ടിയിൽ ജോയിൻ ചെയ്യും അങ്ങനെയാണ്? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകും. ആ സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സ്വീകാര്യത എനിക്ക് ഇന്നലകളിലും കിട്ടിയിട്ടുണ്ട്, നാളെയും കിട്ടും. പക്ഷേ ഞാൻ പറയുന്ന വിഷയത്തിൻ്റെ മെറിറ്റ് നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ഞാൻ ദുരിതാശ്വാസ നിധിക്കെതിരെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചാൽ നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കും? സ്വതന്ത്രനായതുകൊണ്ടാണ് ആ വിശ്വാസം വരുന്നത്. അപ്പോൾ എനിക്കറിയാം ശരികൾക്ക് വേണ്ടി എനിക്ക് സംസാരിക്കുമ്പോൾ ഒന്നിൻ്റെയും ഭാരം എൻ്റെ മണ്ടയിലുണ്ടാവാൻ പാടില്ല. അപ്പം ആ ചാപ്പ എൻ്റെ മണ്ടയിൽ അടിക്കാൻ പാടില്ല. ഞാനായി സംസാരിക്കും, എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയം സംസാരിക്കും.